ഇന്ത്യയിലെ വൻകിട രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇനിയൊന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം യുവാക്കളുടെ ജീവിതം നരകമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും രാജ്യത്തെ കടുത്ത തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഇൻസ്റ്റഗ്രാമിൽ പുതിയ പുത്തൻ പാർട്ടി ഉദയം ചെയ്തിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചാണ്. അതെ, പാറ്റകളുടെ പാർട്ടി. കേൾക്കുമ്പോൾ വെറുമൊരു തമാശയായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ മോദി ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ശക്തമായൊരു രാഷ്ട്രീയം തന്നെയുണ്ട്. പാർട്ടിയുടെ ജനനത്തിന് പിന്നിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൽ നിന്നുണ്ടായ വിവാദ പരാമർശമാണ് കാരണം. They don't get any employment, they don't have any place in profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become another activists, and they start attacking everyone. തൊഴിലില്ലാത്ത കുറച്ച് യുവാക്കൾ പാറ്റകളെ പോലെ നടന്ന് എല്ലാവരെയും ഉപദ്രവിക്കുകയാണെന്ന തരത്തിൽ ഉയർന്നു വന്ന ആക്ഷേപത്തിനെ തുടർന്നാണ് യുവാക്കൾ ഈ ആക്ഷേപഹാസ്യ പാർട്ടി തന്നെ രൂപീകരിച്ചത്. അതെ, ഞങ്ങൾ പാറ്റകളാണ്. കാരണം ഇന്ത്യയെ നിങ്ങൾ അഴുക്കുചാലാക്കി മാറ്റി. അവിടെ പിന്നെ പാറ്റകളല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക എന്നാണ് യുവതിക്ക് അധികാരികളോട് ചോദിക്കാനുള്ളത്. ഏത് മഹാപ്രതിസന്ധിയിലും അതിജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് പാറ്റ. അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾ അതിനെ തങ്ങളുടെ പോരാട്ടത്തിന്റെ പ്രതീകമാക്കിയതും. വെറും 3 ദിവസം കൊണ്ട് 1 ലക്ഷത്തോളം ആളുകളാണ് പുതിയ പാർട്ടിയിൽ അംഗമായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന അഭിജിത്ത് ദീപ്കയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളും മീമുകളും ഉപയോഗിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വെറുമൊരു സോഷ്യൽ മീഡിയ പേജ് മാത്രമല്ല ഇത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സ്വന്തമായി വെബ്സൈറ്റും കൃത്യമായൊരു മാനിഫെസ്റ്റോയും ഉണ്ടെന്നതാണ് ശ്രദ്ധേയം. മോദി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്ന ആവശ്യങ്ങളാണ് ഈ മാനിഫെസ്റ്റോയിലുള്ളത്. ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിക്കലിന് ശേഷം രാജ്യസഭാ പദവികൾ നൽകുന്നത് നിരോധിക്കുക, ഭരണകൂടത്തിന് ദാസ്യവേല ചെയ്യുന്ന ഗോദി മീഡിയ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുക, ജനവിധി അട്ടിമറിച്ച് പണത്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടി മാറുന്ന MLA-മാർക്കും MP-മാർക്കും 20 വർഷത്തെ തിരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തുക, ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഉറപ്പാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇതുകൂടാതെ നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ വലയുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയും കൂടിയാണിത്. CBSE റീചെക്കിംഗ് ഫീസ് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള വിലക്കിനുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് CJP ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തുടങ്ങി ദിവസങ്ങൾക്കകം ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയാണ് ഈ പാറ്റ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ ധാർഷ്ട്യത്തിനു നേരെ യുവാക്കൾ എറിഞ്ഞ ഈ ഡിജിറ്റൽ പ്രതിരോധത്തിന് ദിനംപ്രതി കരുത്തു കൂടുന്നുവെന്നതാണ് ശ്രദ്ധേയം.